നിങ്ങൾ വെള്ളിത്തിരയിൽ മിന്നിമറയുന്ന, നിങ്ങൾ വലിയ ആരാധനയോടെ നോക്കിക്കാണുന്ന താരം. പലപ്പോഴും കേരളത്തിലൊക്കെ വന്ന് അദ്ദേഹം തൻ്റെ ആരാധകരെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും കോടികൾ കളക്ഷൻ വാങ്ങുമ്പോഴും സിനിമ കാണാൻ ആളുകൾ ഇടിച്ചു കയറുമ്പോഴും ഇപ്പോൾ ജീവിതത്തിൽ ലൈഫിൽ വലിയൊരു നിയമക്കുരുക്കിലാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല. ഇന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ് 3 മണിക്കൂറോളം. അതിനുശേഷം നാളെ തെളിവെടുപ്പിനായി ഈ ശാന്തി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വീണ്ടും പോലീസ് വിളിക്കും. അങ്ങനെ ഇത്ര വലിയൊരു കുരുക്കിൽ താരം ചെന്നെത്തിയത് എന്തുകൊണ്ടാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു സിനിമ കണ്ട് ഇത്ര വലിയ തിക്കും തിരക്കും ഉണ്ടാവുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ആദ്യമായൊന്നുമല്ലല്ലോ. പക്ഷേ ഇത്ര ആർജവത്തോടെ ഒരു സർക്കാർ നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തിന്റെ സൂചനയാണ്? നമസ്കാരം. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ സന്ധ്യ തിയേറ്ററിൽ മരണമടഞ്ഞ നമ്മുടെ രേവതി പ്രിയപ്പെട്ട സഹോദരിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ അല്ലു അർജുൻ ആദർശ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കണം. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ വ്യക്തമായി അവര് പറഞ്ഞു കഴിഞ്ഞു. കാരണം അവരുടെ സംസാരത്തിലെ പോയി നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഇതൊരു വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമോ ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് മറ്റ് സിനിമാ ലോബികളുടെ ഒരു ലക്ഷ്യമോ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ഇന്ത്യയിൽ ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വിവാദമായ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ആ വിഷയങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു പ്രത്യേകത ഈ നടനുമായി ബന്ധപ്പെട്ട് എങ്ങനെ വന്നു? 12ാമത് പ്രതി ചേർക്കപ്പെട്ട ഒരു നടൻ താൻ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി തിയേറ്ററിൽ വരുമെന്ന് നേരത്തെ നിശ്ചയിക്കുന്നു. അതനുസരിച്ച് തിയേറ്ററിലെ ഉടമ 2 ദിവസം മുമ്പേ പോലീസിന് ഇങ്ങനെ അല്ലു അർജുൻ വരുന്നുണ്ടെന്നും പ്രൊമോഷൻ വരുന്നുണ്ടെന്നും പിന്നെ സെക്യൂരിറ്റി വേണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. ഇത്രയും ഹൈപ്പായിട്ട് വരുന്ന ഒരു സിനിമ തന്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ പുഷ്പ 1 സൂപ്പർ ഹിറ്റായിട്ട് ആവുന്നു, ദേശീയ അവാർഡ് കിട്ടുന്നു. 2ാമത്തെ സിനിമ അതിനേക്കാൾ ഹൈപ്പായി വരുന്നു. അത്രമാത്രം ആരാധകർ അവിടെ തടിച്ചുകൂടും എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പോലീസ് സംവിധാനം ഒരുക്കേണ്ട സ്ഥാനത്ത് ഇവിടെ യാതൊരു തരത്തിലുള്ള പോലീസ് സംവിധാനം ഇല്ലാതെ അവിടെ തിരക്കുമുണ്ടായി. ആ മരണത്തെ ന്യായീകരിക്കല്ല, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അതിനെ ഞാൻ അങ്ങറ്റം അതിനെ വിഷമം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഈ സംവിധാനങ്ങളൊക്കെ നിൽക്കെ തന്നെ അതിന് വേണ്ടത്ര സുരക്ഷിതം ഒരുക്കാതെ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ആ സംഭവത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു നടനെ അങ്ങേയറ്റം ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പേ ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള നടന്മാർ, അതിനു മുമ്പേ ഉള്ള പല മറ്റ് സംഭവം, ജാതിയുടെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ ഉൾപ്പെടെ ഈ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് അതിനൊന്നും കൊടുക്കാത്തൊരു പ്രാധാന്യം ഇത്ര ഹൈപ്പായിട്ട് ചുരുങ്ങിയ സമയങ്ങളിൽ ഇത്ര ഹൈപ്പായിട്ട് വരുന്ന ഒരു നടന്റെ ഭാവിയെ ഉൾപ്പെടെ താളം തെറ്റിക്കുന്ന രീതിയിൽ ഇല്ലെങ്കിൽ മാനസികമായി സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അതിന്റെ മുന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടാവാം. അത് ഒരുപക്ഷെ രാഷ്ട്രീയമോ ഇല്ലെങ്കിൽ അതിനപ്പുറത്ത് മറ്റുള്ള സിനിമാ ലോബികളോ എന്നുള്ള കാര്യം ഗൗരവമായി തന്നെ കാണേണ്ടത്. കാരണം അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ താരമായി കഴിഞ്ഞു. നിലവിൽ 1600 കോടി വരുമാനം വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ ബുദ്ധിമുട്ടുന്നവർ അടുത്ത സമൂഹത്തിൽ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ വളർച്ച ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഞാൻ മനസ്സിലാക്കും.